ഈശോയിൽ സ്നേഹമുള്ളവരെ, മംഗളവാർത്തക്കാലത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ച ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 57 മുതൽ 79 വരെയുള്ള തിരുവചനങ്ങൾ നാം ധ്യാന വിഷയമാക്കുകയാണ്. സ്നാപക യോഹന്നാൻ്റെ ജനനം, തുടർന്ന് സക്രിയായുടെ പ്രവചനഗീതം, ഇതാണ് നമ്മളിന്ന് ധ്യാനിക്കുക. സ്നാപക യോഹന്നാന്റെ ജനന വേളയിൽ നമ്മൾ കാണുന്ന മനോഹരമായൊരു രംഗം സക്രിയായുടെയും എലിസബത്തിൻ്റെയും അയൽക്കാരും നാട്ടുകാരും ബന്ധുക്കളും അവർ നല്ല മനുഷ്യരാണ്. സക്രിയായ്ക്കും എലിസബത്തിനുമുണ്ടായ ഈ സന്തോഷ വർത്തമാനം, അവർക്കൊരു കുഞ്ഞുണ്ടായത്, അതിൽ ഈ അയൽക്കാരും ബന്ധുക്കളും ആത്മാർത്ഥമായിട്ട് സന്തോഷിക്കുകയാണ്. അവരെ അടുത്തു വരുന്നു, അവളോടൊപ്പം സന്തോഷിക്കുന്നു, കുഞ്ഞിൻ്റെ പരിച്ഛേദന കർമ്മത്തിൽ പങ്കെടുക്കുന്നു. ഈ വലിയ കാര്യം മറ്റുള്ളവരോട് അവർ പ്രഘോഷിക്കുന്നു. അത്രയും നല്ല മനുഷ്യരാണ് അവർ. പക്ഷേ ഒരു ചെറിയ കുറവ് നമ്മൾ അവിടെ കാണുന്നുണ്ട്. എന്താണ് അവിടെ ദൈവത്തിന് ഇവരെ പറ്റിയിട്ടുള്ള ദൈവഹിതം എന്നുള്ളത് ഈ അയൽക്കാർക്ക് അങ്ങോട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കുഞ്ഞിന് പേരിടുക സ്വാഭാവികമായിട്ട് ഇസ്രായേലിൽ അമ്മയുടെ അവകാശമാണ്. എലിസബത്ത് വ്യക്തമായിട്ട് പറഞ്ഞു യോഹന്നാൻ എന്നാണ് അവൻ്റെ പേര്. പക്ഷേ അത് ഈ അയൽക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അവരെ അമ്മയുടെ അവകാശം അവഗണിച്ചിട്ട് അവരെ സക്രിയായോട് ചോദിക്കുകയാണ്. ഒരു പ്രത്യേക രീതിയിലാണ് അവർ പെരുമാറുന്നത്. അത് നമ്മെ ഒരു ചിന്തയിലേക്ക് നയിക്കുകയാണ്. നല്ല മനുഷ്യരാണ് നമ്മൾ, പക്ഷേ മറ്റുള്ളവരെ പറ്റിയിട്ടുള്ള ദൈവഹിതം, എൻ്റെ പ്രിയപ്പെട്ടവരാകാം, എൻ്റെ അയൽക്കാരാകാം, ജീവിത പങ്കാളിയാകാം, അവരെ പറ്റിയിട്ടുള്ള ദൈവഹിതം മനസ്സിലാക്കാൻ ക്ഷമയോടെ അതെന്താണെന്ന് പ്രാർത്ഥനയിൽ വിവേചിച്ചറിയാൻ ശ്രമിക്കുന്നതിന് പകരമായിട്ട് എൻ്റെ ഇഷ്ടം മറ്റുള്ളവരുടെ മനസ്സിൽ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു ശൈലി ചിലപ്പോഴൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ ഒന്ന് പരിശോധിക്കുക. ഇന്നത്തെ കാലഘട്ടം സോഷ്യൽ മീഡിയ കാലഘട്ടമാണ്, നമുക്കറിയാം. സോഷ്യൽ മീഡിയ അഭിപ്രായങ്ങളാണ് ഇന്ന് വേദവാക്യമായിട്ട് സ്വീകരിക്കുക. ചിലപ്പോഴൊക്കെ നമ്മുടെ ബോധ്യങ്ങളും നമ്മുടെ മനസ്സാക്ഷിയും രൂപപ്പെടാൻ ഇന്ന് സോഷ്യൽ മീഡിയയിലെ ആ ചിന്താഗതികളാണ് കാരണമാകുന്നത്. ക്രൈസ്തവ വിശ്വാസം പലപ്പോഴും മറ്റുള്ളവരുടെ ആ പ്രേരണകൾക്കും സമ്മർദ്ദങ്ങൾക്കുമൊക്കെ വഴിപ്പെട്ടാണ് മുന്നോട്ട് പോവുക. അപ്പോൾ ഇന്ന് നമ്മൾ ഈ സുവിശേഷം വായിക്കുമ്പോൾ കർത്താവ് നമ്മോട് പറയുന്ന ഒരു കാര്യം ഇതാണ്: മറ്റുള്ളവരെ പറ്റിയിട്ടുള്ള ദൈവഹിതം എന്താണെന്ന് മനസ്സിലാക്കുക. അത് നീ വിചാരിക്കുന്നത് പോലെ നിൻ്റെ ആഗ്രഹങ്ങൾക്കൊത്ത് ആയിരിക്കണമെന്നില്ല. അത് നിൻ്റെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും ദൈവഹിതം എന്താണെന്ന് വെളിപ്പെട്ട് കിട്ടാൻ ആത്മാർത്ഥമായിട്ട് എളിമയോടെ പ്രാർത്ഥിക്കണം എന്നുള്ള സന്ദേശമാണ് കർത്താവ് നമുക്കിന്ന് നൽകുക. നാം ഇന്ന് ധ്യാനിക്കുന്ന രണ്ടാമത്തെ ചിന്ത എലിസബത്തും സക്രിയായും തമ്മിലുള്ള മനസ്സിൻ്റെ അടുപ്പമാണ്. അവർ ശരിക്കും ഒരു ഐഡിയൽ കപ്പിളാണ്. നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു, അവർ വിശ്വാസം അത് മുറുകെ പിടിക്കുന്നു. ഈ പ്രതിസന്ധികളുണ്ടായിട്ടും അവരെ വിശ്വാസം കൈവെടിഞ്ഞില്ല. സക്രിയായ്ക്ക് ഇങ്ങനൊരു വിഷമമുണ്ടായപ്പോൾ മൂകനായി തീരുമ്പോൾ എലിസബത്ത് കുറ്റപ്പെടുത്തുന്നില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. മാലാഖ എന്താണ് സക്രിയായോട് പറഞ്ഞത് എന്ന് മുഴുവനും മനസ്സിലാക്കാൻ എലിസബത്തിന് സാധിച്ചു എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് അവരുടെ ആ മനസ്സിൻ്റെ ഒന്നിപ്പിൻ്റെ അടയാളമായിട്ട് കാണണം. കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയത്തിന് ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ പോലും എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് തങ്ങളെപ്പറ്റിയിട്ടുള്ള ദൈവഹിതം പങ്കുവയ്ക്കാൻ അവർ രണ്ടുപേർക്കും സാധിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ സമ്പത്തായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഒരാൾക്ക് മറ്റേയാൾ തണലായിട്ട് ജീവിച്ചു. കവി പറയുന്നത് പോലെ പരസ്പരം ഊന്നുവടിയായിട്ട് ഇരുവരും നിന്നു. അങ്ങനെ യോഹന്നാന് ജന്മം കൊടുത്തു. ഇതാണ് നമ്മൾ ഇന്ന്
ചിന്തിക്കുക. പലപ്പോഴും ഏതെങ്കിലും പ്രശ്നം ജീവിത പങ്കാളിയിൽ ഒരാൾക്ക് വരുമ്പോൾ കുറ്റപ്പെടുത്താനും ഒറ്റപ്പെടുത്താനും ഒക്കെയാണ് പരിശ്രമിക്കാറ്. പക്ഷേ ഇവരുടെ മാതൃക അത് എല്ലാ ദമ്പതിമാർക്കും, ഭാര്യാഭർത്താക്കന്മാർക്കും, മാതാപിതാക്കൾക്കും വലിയ പ്രചോദനമാണ്. തങ്ങൾ നേടിയതെല്ലാം ദൈവത്തിലാണ്. ദൈവം കൂടാതെ തങ്ങൾക്കൊരു നേട്ടവുമില്ല. ദൈവം കൂടെയുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയിലും തങ്ങൾക്ക് ഉത്തരമുണ്ട് എന്ന് ഉള്ള തിരിച്ചറിവും എന്നുള്ള പ്രഖ്യാപനവുമാണ് അവർ നടത്തുക തങ്ങളുടെ ജീവിതം വഴി. ഈ മഹനീയ മാതൃക നമുക്ക് കണ്ടു പഠിക്കാം. മൂന്നാമത് നമ്മൾ ചിന്തിക്കുക ആ പ്രവചന ഗീതത്തിലെ ഒരു കാര്യമാണ്. ശത്രുക്കളിൽ നിന്നും നമ്മെ വെറുക്കുന്നവരുടെ കയ്യിൽ നിന്നും ദൈവം രക്ഷിക്കാനാണ് ഈശോയെ ഈ ലോകത്തിലേക്ക് അയക്കുന്നത്. അതിനൊരുക്കമായിട്ടാണ് സ്നാപകനെ അയക്കുന്നത് എന്ന് പ്രവചന ഗീതത്തിൽ നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ആരാണ് ഈ ശത്രുക്കൾ? നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുക ശത്രു രാജ്യങ്ങൾ അല്ലെങ്കിൽ തീവ്ര മതപ്രസ്ഥാനങ്ങൾ ഒക്കെയാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി ഈ ശത്രു നമ്മുടെ ഉള്ളിൽ ഉള്ള നാം തന്നെയാണ്, നമ്മുടെ അഹം തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അഹത്തിൻ്റെ ആഗ്രഹങ്ങളും മോഹങ്ങളും ജഡത്തിൻ്റെ വാസനകളുമാണ്. ചിലപ്പോഴൊക്കെ ആർത്തിയും ധൂർത്തുമാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. ഇംഗ്ലീഷിൽ പറയാറുണ്ടല്ലോ നർസിസിസം, മലയാളത്തിൽ അതിന് ആത്മരീതി എന്നാണ് പറയുക. നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് അതിലഭിരമിച്ച് എൻ്റെ സുഖം, എൻ്റെ ഇഷ്ടം എന്നിങ്ങനെ കരുതി മുന്നോട്ട് പോകുന്ന ആ ഒരു സ്വഭാവ ശൈലിക്കാണ് ആത്മരീതി എന്ന് പറയുന്നത്. ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. എന്നെ തന്നെ നിയന്ത്രിക്കാനും എന്നെ തന്നെ ജയിക്കാനും സാധിക്കുക എന്നുള്ളതല്ലേ ഈ ക്രൈസ്തവ അല്ലെങ്കിൽ ഈ ക്രിസ്മസ് വേളയിൽ നമ്മൾ സ്വീകരിക്കേണ്ട ഒന്നാമത്തെ തീരുമാനം. നമ്മളെ തന്നെ നിയന്ത്രിക്കുക, നമ്മളെ തന്നെ ജയിക്കുക. ഇന്ന് ലേഖനത്തിൽ ശ്ലീഹ പറയുന്നത് അത് തന്നെയാണ്. കോറിന്തോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലെ 1-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് പറയുകയാണ്, വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ ഭോഷന്മാരായവരെ ദൈവം തിരഞ്ഞെടുത്തു. ലോകത്തിൻ്റെ മാനദണ്ഡങ്ങളും ലോകത്തിൻ്റെ തീരുമാനങ്ങൾക്കപ്പുറത്ത് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്, ദൈവത്തിന് തീരുമാനമുണ്ട് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത് അതാണ് ക്രിസ്മസിൻ്റെ അരൂപി എന്ന് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു. മറ്റുള്ളവരെ പറ്റിയുള്ള ദൈവഹിതം അറിയാൻ ക്ഷമയോടെ ഞാൻ കാത്തിരിക്കുന്നു. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ, ദമ്പതിമാർ തമ്മിൽ ആഴമായ മനസ്സിൻ്റെ ഐക്യം അത് കർത്താവ് ആഗ്രഹിക്കുന്നു. ഒപ്പം തന്നെ നമ്മെ തന്നെ ജയിക്കാനും നമ്മിൽ അകത്തെ നിയന്ത്രിക്കാനും ഈശോ, പുൽക്കൂട്ടിലെ ഈശോ നമ്മോട് പറയുന്നു. ഈ 3 കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കാൻ ഉള്ള അനുഗ്രഹത്തിനായിട്ട് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.